ഓണചിത്രങ്ങളൊക്കെ തിയേറ്ററിൽ തകർത്തോടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട സിനിമയാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിന്റെ ഹൃദയപൂർവ്വം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നത്. സിനിമ എന്തായാലും സൂപ്പർ ഹിറ്റാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ സത്യനന്ദിക്കാടിന്റെ മോഹൻലാൽ കൂട്ടുകെട്ട്, അതുപോലെ തന്നെ മമ്മൂട്ടിയായിട്ടുള്ള കൂട്ടുകെട്ട്, കുറെ സിനിമകളുണ്ട്. അപ്പൊ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു രണ്ട് സിനിമകളെ കുറിച്ചാണ്, കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമകളാണ്. ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മൾ കുറെ മുമ്പത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു സത്യനന്ദിക്കാടിന്റെ ആദ്യ ചിത്രങ്ങളിലെ നായകന്മാരായിട്ട് അഭിനയിച്ചിരുന്ന സുകുമാരന്റെയും നെടുമുടിയിനെയും ഒക്കെ കുറിച്ച്. അപ്പോൾ സത്യനന്ദിക്കാട് ആദ്യത്തെ ഒരു സിനിമ, സത്യനന്ദിക്കാട് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ചമയം എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. 81-ലായിരുന്നു. നെടുമുടി വേണും കമൽഹാസനായിരുന്നു അതിൽ അഭിനയിക്കാനിരുന്നിരുന്നത്. പിന്നീട് പ്രൊഡ്യൂസറുടെ മരണമൊക്കെ കാരണം ആ സിനിമ നടന്നില്ല. പിന്നീട് 82-ലാണ് കുറുക്കന്റെ കല്യാണം എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് കോമഡി എന്ന് തന്നെ പറയാം. അന്നത്തെ കാലത്ത് ഒരു റൊമാൻറ്റിക് കോമഡി തന്നെയായിരുന്നു ഒരു സിനിമ. സുകുമാരനും മാധവിയും ജഗദീഷ് ശ്രീകുമാറൊക്കെ അഭിനയിച്ച സിനിമ. ഈ സിനിമയിലാണ് മോഹൻലാൽ ആദ്യമായിട്ട് ഒരു സത്യനന്ദിക്കാട് സിനിമയിൽ അഭിനയിക്കുന്നത്. ശരിക്ക് അതിനുശേഷം അപ്പുണ്ണി എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് മോഹൻലാൽ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹീറോ അല്ലെങ്കിൽ ഒരു ഹീറോയിന് തുല്യമായ നെടുമുടി വേണുവിന്റെ ഒപ്പം അഭിനയിച്ചത്. പക്ഷെ അതിന് മുമ്പ് കുറുക്കന്റെ കല്യാണം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. എനിക്ക് തോന്നുന്നു പലരും ആ സിനിമ കണ്ടിട്ടില്ല. ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ പലർക്കും ഒരു പക്ഷേ മോഹൻലാലിന് ആ ഒരു സിനിമയിൽ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഈ അടുത്ത് ഹൃദയപൂർവ്വത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സത്യനന്ദിക്കാട് ഒരു ഇന്റർവ്യൂവിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻസിഡന്റ് ഒക്കെ പറഞ്ഞിരുന്നു. കാരണം ആ ഒരു സിനിമയിൽ സുകുമാരന് ഒരു പേടിത്തൊണ്ടനായിട്ടുള്ള, സ്ത്രീകളോടൊക്കെ അധികം സംസാരിക്കാൻ പേടിയുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ പിന്നീട് സുകുമാരൻ ഒരു ജഗദീഷ് ശ്രീകുമാറിന്റെ ഒരു റൂമിൽ താമസിക്കുന്നതും, ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ അവിടെ കുറെ ഫാമിലി താമസിക്കുന്നുണ്ട്. അതിലൊരു മുസ്ലിം ഫാമിലി താമസിക്കുന്നു. അവിടെ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ വരുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് മോഹൻലാലിന്റെ കഥാപാത്രം വരുന്നത്. ശരിക്കും ഇപ്പൊ സിനിമ കാണുമ്പോൾ അതിന് മോഹൻലാൽ ഒരു ഷോട്ടേ ഉള്ളൂ. ഒരു ഷോട്ടും കല്യാണത്തിന്റെ ഒരു പാട്ട് സീനിലും അങ്ങനെ അവിടെ എവിടേക്കായിട്ട് വരുന്നുള്ളൂ. ഒരു ഡയലോഗ് പോലും ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ സത്യനന്ദിക്കാട് പറഞ്ഞ ആ ഒരു സിനിമയിൽ ശരിക്കും മോഹൻലാലിന് ഒരു പ്രധാനപ്പെട്ട ഒരു സീൻ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു സിനിമ അവർ പ്ലാൻ ചെയ്യുമ്പോൾ, ഒരു കഥ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ സുകുമാരന്റെ ക്യാരക്ടറിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു ചെറുപ്പക്കാരനായ ഒരു കഥാപാത്രം വരണം. അപ്പോൾ പ്രേക്ഷകർക്ക് പരിചിതനായ ഒരാളും വേണം, എന്നൊരു വലിയൊരു സ്റ്റാറും വേണ്ട എന്ന് നിൽക്കുന്ന ഒരു സമയത്താണ് അന്ന് മഞ്ഞു വിരിഞ്ഞ പൂക്കളൊക്കെ കഴിഞ്ഞ് മോഹൻലാൽ വില്ലനായിട്ടും ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്യുന്നത് നടക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയാണ് മോഹൻലാലിനെ ആ ഒരു സിനിമയിലേക്ക് സത്യനന്ദിക്കാട് വിളിക്കുന്നത്. അപ്പോൾ മോഹൻലാൽ അന്ന് വലിയ സിനിമകൾ, ഐ വി ശശിയുടെ പോലത്തെ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സത്യനന്ദിക്കാട് പറഞ്ഞു ഞാനൊരു പുതിയ സംവിധായകനാണ്. പക്ഷെ മോഹൻലാലിനെ വിളിച്ചു, മോഹൻലാൽ വന്നു. മോഹൻലാൽ അതിൽ കുറച്ച് സീൻസ് അഭിനയിച്ചു. ഈ പറയുന്ന ഒരു പാട്ട് സീനും പിന്നീട് വേറെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന ആ വീട്ടിൽ നിന്ന് ഒരു പെട്ടി പിടിച്ചിട്ടൊക്കെ പോകുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട്. ഇത് കണ്ട് സെക്കൻഡ് ഹാഫിൽ ഇവർ എഴുതി വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സീനിന്റെ ഒരു പ്രാധാന്യം, ഇവർ ഉദ്ദേശിക്കുന്ന മോഹൻലാലിന്റെ ഡയലോഗുള്ള ഒരു സീനുണ്ട്, ആ ഒരു സീനിന്റെ ഒരു പ്രാധാന്യം ഇല്ല എന്ന് കണ്ടിട്ട് ആ സീൻ ഒഴിവാക്കുകയാണ് ചെയ്തത്. അങ്ങനെ മോഹൻലാൽ അതിൽ ചെറിയൊരു ഭാഗമേ ആയുള്ളൂ. ശരിക്ക് ഇവര് സ്ക്രിപ്റ്റ് സെക്കൻഡ് ഹാഫ് കൂടി ഇവരൊന്ന് അന്നേ ചിന്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ മോഹൻലാലിന്റെ ആ ഒരു ക്യാരക്ടറിന് വിളിക്കില്ലായിരിക്കും. അപ്പൊ സത്യനന്ദിക്കാട് പറയുന്നത് മോഹൻലാൽ എൻ്റെ ആദ്യ സിനിമയിൽ ഉണ്ടാവണം എന്നുള്ളത് ഒരു നിമിത്തമായിരിക്കും. അതുകൊണ്ടായിരിക്കും മോഹൻലാലിനെ ഒരു സെക്കൻഡ് ഹാഫിൽ വലിയൊരു പ്രാധാന്യമുള്ള ഒരു സീനും കൂടി മനസ്സിൽ കരുതിയിട്ട് ഞാൻ വിളിച്ചെങ്കിലും ആ സീൻ എടുക്കാൻ പറ്റിയില്ലെങ്കിലും മോഹൻലാൽ എൻ്റെ ഒരു സിനിമയുടെ ഭാഗമായി എന്ന് സത്യനന്ദിക്കാട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അപ്പുണ്ണി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ആലോചന വരുമ്പോൾ, മുമ്പ് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്, സുകുമാരിയാണെന്ന് സത്യനന്ദിക്കാട് അടുത്ത് പറയുന്നത്. അതിലൊരു ക്യാരക്ടർ വേണമെന്ന് പറയുമ്പോൾ പ്രിയന്റെ പൂച്ചക്കൊരു മൂക്കുത്തി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാനിപ്പോൾ അഭിനയിച്ചു വരികയാണ്. അപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ വില്ലനൊക്കെ ആയിട്ട് അഭിനയിക്കുന്നതാണ്. പക്ഷെ നല്ല ടൈമിങ്ങുള്ള ഒരു ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് ഹ്യൂമറും ചെയ്യും, പറ്റിയ ഒരാളാണ് എന്നും പറഞ്ഞ് സുകുമാരി കൂടി പറഞ്ഞിട്ടാണ് അപ്പുണ്ണിയിലേക്ക് നല്ലൊരു പ്രധാനപ്പെട്ട റോളിലേക്ക് സത്യനന്ദിക്കാട് മോഹൻലാലിനെ വിളിച്ചത്. പിന്നെ നമുക്കറിയാം സത്യനന്ദിക്കാട് തന്നെ ഒരു ഏറ്റവും കൂടുതൽ സിനിമകൾ നായകനായ ഒരാൾ തന്നെയാണ് മോഹൻലാൽ. ഇതുപോലെ തന്നെയാണ് മമ്മൂട്ടി സത്യനന്ദിക്കാടിന്റെ അധികം സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. സത്യനന്ദിക്കാട് പറയുന്ന കുറുക്കന്റെ കല്യാണം കഴിഞ്ഞിട്ട് കിന്നാരം എന്ന് പറയുന്ന സിനിമ, അതിലും സുകുമാരനും നെടുമുടി വേണു അവിടെ അഭിനയിക്കുന്നത്, പൂർണിമ ജയറാമാണ്. അപ്പോൾ രണ്ട് ചെറുപ്പക്കാര് ഒരു പെൺകുട്ടീനെ പ്രേമിക്കുന്ന ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി പോലെ ഒരു ഹ്യൂമറായിട്ട് പോകുന്നതാണ്. അപ്പൊ ഈ രണ്ടുപേരും ഈ പെൺകുട്ടി പ്രണയിക്കുന്നതിലും അവസാനം ഈ പെൺകുട്ടീനെ വിവാഹം കഴിക്കാൻ വരുന്ന പെൺകുട്ടിയുടെ ഒരു കാമുകനായിട്ടൊരു ചെറുപ്പക്കാരൻ വേണം. അതും ഒരു നോൺ ഫേസ് അവർക്ക് വേണം എന്ന്. അപ്പൊ ആരെ ആലോചിക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവരന്ന് നെടുമുടി വേണു സ്റ്റാറാണ്, സുകുമാരനും സ്റ്റാറാണ്. അപ്പൊ ഇവരുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാൾ വേണമെന്ന് പറഞ്ഞ സമയത്ത് ബാലചന്ദ്ര മേനോനെ ഇവരൊന്ന് ആലോചിച്ചു. അങ്ങനെ ബാലചന്ദ്ര മേനോനെ അപ്രോച്ച് ചെയ്തു. ബാലചന്ദ്ര മേനോന്റെ അടുത്ത് പോയി സംസാരിച്ചു. പക്ഷെ ബാലചന്ദ്ര മേനോൻ ഒന്ന് നമുക്കറിയാം ഒരു വർഷത്തിൽ 3 സിനിമയൊക്കെ ഡയറക്ട് ചെയ്യുന്നു, അതിൽ അഭിനയിക്കുന്നു. അങ്ങനെ തിരക്കിട്ട് നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ബാലചന്ദ്രൻ കാര്യനിസാരം പോലത്തെ 1-2 സിനിമകളുടെ എഴുത്തും അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നെടുമുടി വേണുവിനെ കാണാനായിട്ട് സത്യനന്ദിക്കാട് ഒരു ലൊക്കേഷനിൽ പോകുമ്പോൾ ആ നെടുമുടി വേണുവിന്റെ കൂടെ അഭിനയിക്കുന്ന അന്ന് മമ്മൂട്ടിനെ കണ്ടു. അപ്പൊ മമ്മൂട്ടി പറഞ്ഞു, നെടുമുടി വേണു കിന്നാരൻ സിനിമയുടെ കഥ പറഞ്ഞു,
അതിൽ ആ കാമുകനായിട്ട് വരുന്ന ചെറുപ്പക്കാരനായിട്ട് ഞാൻ അഭിനയിച്ചോട്ടെ, എനിക്ക് നിങ്ങളുടെ കഥയും ഭയങ്കര ഇഷ്ടപ്പെട്ടു, ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒരു പൈസ പോലും തരണ്ട, ഞാൻ ആ സിനിമയുടെ ഭാഗമായിക്കോട്ടെ എന്ന് പറഞ്ഞ് മമ്മൂട്ടി ചോദിച്ച് വാങ്ങിയ ഒരു വേഷമാണത്. അങ്ങനെ സത്യനന്ദിക്കാട് പറഞ്ഞതാണ്, എൻ്റെ ആദ്യ സിനിമയിലും മോഹൻലാൽ ഭാഗമായി, രണ്ടാമത്തെ സിനിമയിലും മമ്മൂട്ടി ഭാഗമായി, രണ്ടും ഒരു നിമിത്തം പോലെയാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഹൃദയപൂർവ്വം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവർ രണ്ടും, എനിക്കൊണ്ട് ഇതിനു മുമ്പ് എന്നും എപ്പോഴുമാണ് മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിച്ചത്, അതിനുശേഷം ഒന്നിച്ചിട്ടില്ല. അപ്പോൾ പ്രേക്ഷകർക്ക് എന്തായാലും, കുടുംബ പ്രേക്ഷകർക്ക് എന്തായാലും ആ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സിനിമ എന്തായാലും ഹിറ്റ് സ്റ്റാറ്റസിൽ തന്നെ ഇടം നേടിക്കഴിഞ്ഞു. ഇനി മമ്മൂട്ടിയായിട്ട് സത്യനന്ദിക്കാട് ഇനി എപ്പോൾ ഒന്നിക്കും എന്നുള്ളതാണ് അടുത്തത് എല്ലാവരും കാത്തിരിക്കുന്നത്. ശരിക്കും കൊറോണയ്ക്ക് മുമ്പ് 2020 മാർച്ചിൽ കൊറോണ സംഭവിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു മാർച്ചിൽ സത്യനന്ദിക്കാട് മമ്മൂട്ടി കൂട്ടുകെട്ടുള്ള ഒരു സിനിമ സംഭവിക്കേണ്ടതായിരുന്നു. സത്യനന്ദിക്കാട് തന്നെ പറഞ്ഞിട്ടുണ്ട്, 2020 മാർച്ച് ഏപ്രിലോട് ഷൂട്ട് തുടങ്ങി, 2020 ഓണത്തിന് ഞാൻ ആ മമ്മൂട്ടി സിനിമ തിയേറ്ററിൽ എത്തിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ കൊറോണ കാരണം ഷൂട്ടൊക്കെ കുറേ കാലം മുടങ്ങിപ്പോയി. പിന്നീട് കൊറോണയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി തിരക്കുള്ള സത്യനന്ദിക്കാട് പിന്നെ ജയറാമിനെ വെച്ച മകൾ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്തു. അങ്ങനെ അവർ തിരക്കുകളിലേക്ക് പോയി. എന്തായാലും ഇനി സത്യനന്ദിക്കാട് മമ്മൂട്ടി കൂട്ടുകെട്ടുള്ള, എനിക്ക് കുറെ കാലമായി ഒരു മമ്മൂട്ടി വെച്ചിട്ട് സത്യനന്ദിക്കാട് ഒരു സിനിമ ചെയ്തിട്ട് വളരെ വിരലെണ്ണാവുന്ന സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇനി അങ്ങനെ ഒരു സിനിമയും കൂടി സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം.